ഹലോ എവ്രിവൺ, ദിസ് ഇസ് ചന്ദ്ര. അപ്പോൾ എല്ലാവരും ആട് 3 കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് നല്ലതും ചീത്തയുമായ റിവ്യൂസ് വരുന്നത് സ്വാഭാവികമാണ്. ഓരോരുത്തരുടെയും ടേസ്റ്റും വ്യത്യാസമാണല്ലോ. സോ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെയും ഇരിക്കാം. പക്ഷെ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയതാണെന്നാണ്. ഇത്രയും നല്ല സ്റ്റോറി ലൈനും പ്രസന്റേഷനും ഉണ്ടായിട്ടും മൂവിക്ക് നല്ല ഡീഗ്രേഡിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും അതിന്റെ കാരണവും താഴെ കമന്റ് ചെയ്യുക. ആദ്യം തന്നെ മിഥുൻ മാനുവൽ എന്ന ഡയറക്ടറിനെ അല്ല സ്ക്രിപ്റ്റ് റൈറ്ററിനെ സമ്മതിക്കണം. ഒരു കൂട്ടം വടംവലിക്കാർക്ക് ഒരു ആടിനെ കിട്ടുന്നു. അതിനെ തുടർന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതായിരുന്നു ആടിന്റെ ത്രെഡ്. അതിൽ നിന്നും ഒരു അടാറ് ഫ്രാഞ്ചൈസ് തന്നെ മിഥുൻ മാനുവൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ ആട് 4 ഭദ്രമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. സത്യത്തിൽ ആട് 3 അതിന്റെ ട്രാക്കിലേക്ക് കയറിയപ്പോൾ തന്നെ പടം തീർന്നു. കയോസും മണ്ടത്തരങ്ങളുമാണല്ലോ ആട് സീരീസിന്റെ സിഗ്നേച്ചർ. എന്നാൽ ആട് 3യുടെ സ്റ്റോറി ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ സിനിമ തീരുകയും ചെയ്തു. ആ ഒറ്റ കുറവ് ഒഴിച്ചു നിർത്തിയാൽ മികച്ച സിനിമ തന്നെയാണ് ആട് 3. ഓരോ ക്യാരക്ടേഴ്സിനും പ്രത്യേക ഫാൻ ബേസ് ഉള്ള ആട് ഫ്രാഞ്ചൈസ് ആട് 3യിലും അത് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ ആരുടെ ആയിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇൻട്രോയുടെ കാര്യത്തിൽ സാത്താൻ സേവിയറിന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പടം ഒരു മൾട്ടിവേഴ്സ് ആണെന്ന് പറയുന്നവരോട് അല്ല, 3 കാലഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരുപക്ഷെ സിനിമ കണ്ടിട്ട് മനസ്സിലാകാത്തവരുമാകാം ഈ കുറ്റം പറയുന്നത്. മലയാളത്തിൽ ഇതിനു മുൻപ് പല പ്രാവശ്യം മൂവീസിന് സീക്വലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഹോളിവുഡിലെ പോലെ സ്റ്റോറി കണ്ടിന്യൂവേഷൻ റെയർ ആണ്. ഇപ്പോ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, CBIയുടെ 4 പാർട്ടായാലും ക്യാരക്ടേഴ്സ് മാത്രമാണ് സെയിം. സ്റ്റോറി ലൈൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈവൻ ലൂസിഫറും എമ്പുരാനും പോലും സ്റ്റോറി ലൈനിലല്ല കണ്ടിന്യൂവേഷൻ, ക്യാരക്ടേഴ്സ് ആണ്. എമ്പുരാന്റെ നെക്സ്റ്റ് പാർട്ട് വരുമ്പോൾ നെക്സ്റ്റ് വില്ലൻ വരണം, വേറെ സ്റ്റോറി വരണം. ലോക സീരീസ് ആണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ നോക്കിയാൽ ആദ്യമായാണ് മലയാളത്തിൽ ഇതുപോലെ ഇന്റർവെല്ലിൽ ഒരു സ്റ്റോറി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 3 തിയേറ്ററിൽ കണ്ടവരും OTTയിൽ കണ്ടവരും കുറ്റം പറയുന്നവരും ഉൾപ്പെടെ നെക്സ്റ്റ് പാർട്ട് ഇറങ്ങാൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യും എന്നതാണ് വാസ്തവം. ആവശ്യമില്ലാതെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവരോട് നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. കാണാത്തവർ എന്തായാലും പോയി തിയേറ്ററിൽ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.